അടുത്ത കാലത്ത് CPM-ന് അഭിമാനിക്കാവുന്ന ആ ഒരു മിനിസ്റ്ററും ഒരു രാഷ്ട്രീയക്കാരിയൊക്കെയാണ് ശൈലജ ടീച്ചർ. അതായത് അർദ്ധരാത്രി ഇത് നട്ടുച്ചയാണെന്ന് പാർട്ടി പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുക മാത്രമേ രക്ഷയുള്ളൂ. പാർട്ടിക്ക് ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ ശൈലജയോളം കഴിവുള്ള ഒരു ലീഡർ ഇല്ല. പിണറായി വിജയനെ പോലുള്ളവർക്ക് അവരുടെ തലക്ക് മുകളിൽ ഒരാകാശമുണ്ട്, ഈ ആകാശത്തിൽ മറ്റാരും പറക്കാൻ പാടില്ല. KR ഗൗരിക്കൊക്കെ സംഭവിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. നമസ്കാരം. ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തക എന്ന നിലയിലും കേരളീയർക്ക് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തിത്വമാണ് മുൻ മന്ത്രി KK ശൈലജയുടേത്. മലയാളികൾ സ്നേഹത്തോടു കൂടി ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്ന അവർ നിലവിൽ മട്ടന്നൂരിൽ നിന്നുള്ള MLA-യുമാണ്. എന്നാൽ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് KK ശൈലജയ്ക്ക് ഇക്കുറി മട്ടന്നൂരിൽ സീറ്റില്ല എന്നുള്ളതാണ്. എന്താണ് സീറ്റ് നിഷേധിക്കുന്നതിനുള്ള കാരണം എന്നുള്ളത് പാർട്ടി വ്യക്തമാക്കുന്നില്ല. പകരം ബദലായി KK ശൈലജയ്ക്ക് സമാശ്വാസം എന്ന രീതിയിൽ പേരാവൂരിൽ മത്സരിച്ചോളൂ എന്ന ഒരു അഭിപ്രായവും പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്നുണ്ട്. പേരാവൂരിൽ നിലവിൽ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫാണ് MLA എന്നുള്ളത്. എന്തായിരിക്കാം CPM-ന്റെ ഈ ഒരു തീരുമാനത്തിന് പിറകിൽ? വളരെയധികം ജനപ്രീതിയുള്ള KK ശൈലജയെ പോലെ ഒരാളെ ഇത്തരത്തിൽ നിലവിൽ MLA ആയിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ജയസാധ്യത താരതമ്യേന കുറഞ്ഞ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുന്നത് മുൻപ് VS അച്യുതാനന്ദനോട് ചെയ്തതിന്റെ ഒരു തനിയാവർത്തനമാവുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. ശൈലജ ടീച്ചറെ 2-3 തവണ പരിചയപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സ്വന്തം നാടായ പാനൂര്, പഴയ പെരിങ്ങളം, കേരളത്തിലെ സോഷ്യലിസ്റ്റ് കോട്ട, അവിടെ PR കുറുപ്പിന്റെ മകൻ KP മോഹൻ ഒറ്റത്തവണയെ തോറ്റിട്ടുള്ളൂ. അത് ശൈലജ ടീച്ചറോടായിരുന്നു. ആ സമയത്ത് അവര് പാനൂര് നിറഞ്ഞു നിന്നിരുന്നു. അവരൊരു പ്രത്യേകത, ചാരിറ്റി ഫോർ ഓൾ ആൻഡ് മാലിസ് ഫോർ നൺ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല. കഴിയുന്നത്ര ആളുകളെ കൂടെ നിൽക്കുക, ഇർറെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സിന് അതീതമായി. കേരളത്തിലെ ഒരുപക്ഷെ CPM നേതാക്കളിൽ നേരത്തെയുള്ള AKGയുടെ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തുകൊണ്ട്, നമ്മൾക്ക് സമൂഹത്തിൽ വർഗങ്ങളുണ്ട്, പക്ഷെ വർഗ ശത്രുക്കളില്ല. മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ചിന്താധാരയിൽ വിശ്വസിക്കുന്നവരോടൊന്നും ഞാൻ പോയി പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഞാനൊരു RSSകാരനാണ് എന്ന് പറഞ്ഞാൽ പോലും അവരുമായിട്ടൊന്നും ഇണക്കത്തിന് തയ്യാറല്ലാത്ത തരത്തിലുള്ള ഒരു ഉജ്ജ്വലമായ വ്യക്തിത്വം നേടിയെടുത്ത അടുത്ത കാലത്ത് CPM-ന് അഭിമാനിക്കാവുന്ന ആ ഒരു മിനിസ്റ്ററും ഒരു രാഷ്ട്രീയക്കാരിയൊക്കെയാണ് ശൈലജ ടീച്ചർ. പാനൂർ അവരുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. പക്ഷെ ഈ CPM-ന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് പാർട്ടിക്ക് അതീതമായി ആരുമില്ല, എല്ലാം പാർട്ടിയാണ്. അതിപ്പോ ആ ഒരു സ്റ്റാലിനിസ്റ്റ് രീതി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചെഷസ്ക്യുവിന്റെ രീതി വെച്ചുകൊണ്ട്, കംബോഡിയയിലെ പോൾപോട്ടിന്റെ രീതി വെച്ചുകൊണ്ട്, അതായത് അർദ്ധരാത്രി ഇത് നട്ടുച്ചയാണെന്ന് പാർട്ടി പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുക മാത്രമേ രക്ഷയുള്ളൂ. ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തിന് കുറച്ചൊക്കെ മങ്ങലേൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം ഇങ്ങനെ സൂര്യപ്രഭ ചൊരിഞ്ഞിരുന്ന സമയത്താണ് അവർ വടകര ഷാഫിക്കെതിരായിട്ട് മത്സരിക്കുന്നു, ഷാഫിയോട് ഏറ്റുമുട്ടുന്നു. ശൈലജ ടീച്ചർ വടകര നിറഞ്ഞു നിന്ന് പ്രസംഗിച്ചത് മുഴുവൻ വടകരയുടെ വികസനവും TP ചന്ദ്രശേഖരന്റെ ദാരുണമായ സംഭവം അത് നമ്മൾ മറക്കണം എന്നൊക്കെയാണെങ്കിലും അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. വർഗീയ പരാമർശങ്ങളും ടീച്ചറെ തന്നെ ഫിഗർ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് കാർട്ടൂണുകൾ വന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ പിന്നീട് അന്വേഷണത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ്. പക്ഷെ ടീച്ചർക്ക് ഒരു പാർട്ടി ലീഡർ എന്ന നിലയിൽ ഇതിനെയൊക്കെ തള്ളി പറയാനും കഴിഞ്ഞില്ല. ഇപ്പൊ എൻ്റെ സ്വന്തം നാട്ടിൽ പാനൂരിന്റെ തൊട്ടടുത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു CPM അനുഭാവിയായ ചെറുപ്പക്കാരൻ മരിക്കുന്നു. അതുപോലും ശൈലജ ടീച്ചർക്ക് തള്ളി പറയേണ്ടി വരുന്നു. കാരണം അത് പാർട്ടിക്ക് വേണ്ടിയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവൻ, പാർട്ടിക്ക് വേണ്ടി വായു എല്ലാം നൽകുന്നു. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ പാർട്ടിക്ക് ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ ശൈലജയോളം കഴിവുള്ള ഒരു ലീഡർ ഇല്ല. പക്ഷേ പാർട്ടിയിലെ തലമൂത്ത ആളുകളും പിണറായി വിജയനെ പോലുള്ളവർക്ക് അവരുടെ തലക്ക് മുകളിൽ ഒരാകാശമുണ്ട്, ഈ ആകാശത്തിൽ മറ്റാരും പറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തന്റെ ഷുവർ സീറ്റായ കേരള ചരിത്രത്തിൽ നിന്ന് അത്യപൂർവമായ ഭൂരിപക്ഷത്തിനാണ് അവർ മട്ടന്നൂരിൽ ജയിക്കുന്നത്. ആ ഒരു മണ്ഡലം മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക്
ആ ഒരു മണ്ഡലം തരാം, KPCC പ്രസിഡന്റിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ആ മണ്ഡലം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടിറ്റ് ഫോർ ടാറ്റ് ആയിട്ട് അവർക്കൊരു മണ്ഡലം കൊടുക്കുന്നു. അവർ വിസമ്മതിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ അവർക്കത് ഏറ്റെടുക്കുകയെ രക്ഷയുള്ളൂ. പക്ഷേ ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവരെ പാർട്ടിയിൽ തന്നെ ഒരു കേഡർ പാർട്ടി അല്ലായിരുന്നുവെങ്കിൽ മുദ്രാവാക്യങ്ങളുമായി 10,000 ആ രംഗത്ത് വരുകയായിരുന്നു. ഏതായാലും ഇതുകൊണ്ട് പാർട്ടിക്ക് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല. കാരണം ഇന്ന് 4 ആളുടെ മുമ്പിൽ പാർട്ടിക്ക് മുന്നിൽ നിർത്തി പ്രചരണം നടത്താൻ മുഖ്യമന്ത്രിയൊന്നുമല്ല, മുന്നിൽ നിർത്തി കരിസ്മാറ്റിക്കായി വ്യക്തിത്വത്തിന്റെ ഒരു നിറകൂടം എന്നൊക്കെ പറയുന്നില്ലേ, ആ തരത്തിൽ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വളരെ കുറച്ച് ലീഡേഴ്സിൽ ഒരാൾ ശൈലജ തന്നെയാണ്. അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. ഈ മാറ്റത്തിലൂടെ പാർട്ടി ഒരു പക്ഷേ ഗെയിൻ ചെയ്യാനല്ല, ലൂസ് അല്ലെങ്കിൽ നഷ്ടപ്പെടാനാണ് പോകുന്നത്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ആളുകൾ ആഗ്രഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശൈലജ ടീച്ചറുടെ. അപ്പം അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിയെ വെട്ടി നിർത്താനായിരിക്കും പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട്? അതേ, അതായത് ടീച്ചറെ ഒതുക്കാൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ടീച്ചർ വളരണം. ആ വളർച്ച എത്ര വരെ പോകണം? ആ വളർച്ച ഒരു വലിയ തേക്കിൻ തടി പോലെ വളരണോ, അല്ലെങ്കിൽ ഒരു ചെറിയ പേരക്കാമരം പോലെ വളരണോ? ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു മിന്നൽ പിടറിൽ, ആ ഒരു പ്രഭാവലയത്തിൽ ബാക്കിയുള്ളവര് ഷാഡോ ആയി മാറുമോ എന്നൊരു ഭയം ഒരു പക്ഷേ പാർട്ടിക്ക് ഉണ്ടാവും. KR ഗൗരിക്കൊക്കെ സംഭവിച്ചതിന്റെ തുടർച്ച തന്നെയാണിത്. ആ VS അച്യുതാനന്ദന് സീറ്റ് നൽകിയിരുന്നില്ലല്ലോ. പിന്നീട് ആളുകൾ സ്ട്രീറ്റിൽ ഇറങ്ങി വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് പാർട്ടി ഒരു റീതിങ്കിങ്ങിന് വിധേയമായത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ CPM-നെ സംബന്ധിച്ച് ഒരുപാട് സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. വീണ്ടും തെറ്റ് ചെയ്യും, വീണ്ടും തെറ്റ് തിരുത്തും. പക്ഷെ ഇതേതായാലും പാർട്ടിക്ക് ഗുണകരമല്ല. ഇതേ കൊണ്ട് പാർട്ടിക്ക് അത് വോട്ട് പെർസെൻറ്റേജിലായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഇമേജിലായാലും പാർട്ടിക്ക് ഇത് വലിയ തോതിൽ ക്ഷീണം ഉണ്ടാകും.